ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈവനിങ് ആയിരുന്നു അവർ വന്നിട്ടുള്ളത്. ഒരു പുഡിംഗ് റെസിപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് ഡിലൈറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കിയത്. അതിന് ഒരു ലെയർ ചോക്ലേറ്റ് കേക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1.25 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ജലാറ്റിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് എടുത്തത്. പാല് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഇതും തന്നെ ജലാറ്റിൻ നന്നായി മെൽട്ടായി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ ഇവിടെ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ജലാറ്റിനൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി അതൊരു പുഡിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് ലെയർ. ഇനി ഇത് സെറ്റ് ആവാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു ടൈം ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 1/2 kg കേക്കിനുള്ള ബാറ്ററിലാണ് ഉണ്ടാക്കിയത്, 2 മുട്ടക്ക്. ഇനി ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പാനിഷ് ഡിലൈറ്റ് കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പുഡിങ്ങിനും. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഫ്രണ്ട്സൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച പുഡിങ്ങിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ നന്നായി സെറ്റായതിന് ശേഷം മാത്രമാണ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായി കേക്ക് വെച്ച് കൊടുക്കാം. ഈ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി കുറച്ച് തണുത്ത പാലിൽ ബൂസ്റ്റും കണ്ടൻസ് മിൽക്കും മിക്സ് ചെയ്തെടുത്തതാണ്. അത് ചെയ്ത് എല്ലാ ഭാഗത്തുനിന്ന് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലായി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റാവാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ലാസ്റ്റ് ലെയർ ഗനാഷാണ്, ചോക്ലേറ്റ് ഗനാഷ്. അതിനുവേണ്ടി ചോക്ലേറ്റ്സും അതുപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് ഏകദേശം 85 to 90 ഗ്രാം എടുത്തിട്ടുണ്ടാവും. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ച പുഡിങ്ങിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം കുറച്ച് ടൈം. നന്നായി സെറ്റായതിന് ശേഷം ഇതിൻ്റെ മുകളിലായി പ്രലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പഞ്ചസാര കാരമൽ ചെയ്തതിന് ശേഷം അതിലേക്ക് നട്ട്സ് ഇട്ട് മിക്സ് ചെയ്തെടുത്തതാണ് പ്രലൈൻ. അങ്ങനെ നമ്മൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് കുഞ്ഞിക്കൽത്തപ്പമാണ്. കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ പോളയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി തന്നെയായിരുന്നു എല്ലാവർക്കും. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഉണ്ടാക്കിയത് എഗ് ബജിയും അതുപോലെ കായ്പോളയാണ്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ടർ ചിക്കൻ പോള ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. കഴിഞ്ഞ റമദാൻ്റെ ടൈം ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പി ആയിരുന്നു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈവനിങ് ആയിരുന്നു അവരെത്തിയത്. അങ്ങനെ ടേബിളിലെല്ലാം അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല, 2-3 സ്നാക്സ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മീറ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് തന്നെയാണ്. ഒരു ഫ്രണ്ട് വരാൻ വേണ്ടി കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് വന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ചെയ്തത്. ഫ്രണ്ട് പുഡിങ് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും
സൂപ്പർ ടേസ്റ്റുള്ളൊരു പുഡിങ് തന്നെയാണ് ഇത്. അന്നത്തെ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. അടുത്ത് തന്നെയായിരുന്നു നമ്മളെ റെസ്റ്റോറൻറ്റ്. അവിടത്തേക്ക് ഇപ്പോൾ പോവാണ്. ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റാണിത്. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ.